വീട്ടിലേക്ക് പണം വരുന്നതും പണം ചിലവാക്കുന്നതും ഒക്കെ വാസ്തുപരമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വാസ്തുപരമായിട്ട് കൃത്യമായി വീട് വെച്ചാൽ വീട്ടിലേക്ക് സമ്പത്ത് ഒഴുകിയും എത്തുമോ, വീട്ടിൽ സമ്പത്ത് നിൽക്കുമോ? എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ പൈസ നിൽക്കുന്നില്ല. പൈസ നിൽക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ്? വാസ്തു എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ശരിക്കും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം. എപ്പോഴും വാസ്തുവിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ആയിട്ട് വന്ന കാലഘട്ടം മുതൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ഈ വീട്ടിൽ ധനം നിൽക്കുന്നില്ല, അതിനെന്ത് ചെയ്യണം? ധനം നിൽക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ധനവരവുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ധനവരവുണ്ടെങ്കിൽ ധനം നിൽക്കാത്ത അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കുക. കോമൺ മിസ്റ്റേക്സ്, അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് തെറ്റൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉത്തരവുണ്ട്. അപ്പാർട്ട്മെൻറ്റിൽ വാസ്തു നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചോദ്യമാണ്. കാര്യം ഒരുപാട് അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റുന്ന ഒരുപാട് പേര് അനുഭവിക്കുന്ന ചില ഒരു മാനസിക പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് വാസ്തു പ്രകാരമാണോ ഇത് നോക്കാൻ പറ്റുമോ? വാസ്തുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ നോക്കണോ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡയറക്ഷൻ നോക്കണോ? വാസ്തു കാരണം നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പ്രശ്നമുണ്ടാവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിന് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമോ, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും? ഇങ്ങനെയൊക്കെ ഇതൊക്കെ കോമൺ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഫിലോസഫി? എന്താണ് അതിൻ്റെ ദർശനം? മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് വാസ്തുശാസ്ത്രത്തിനുള്ള വ്യത്യാസം എന്താണ്? ഈ വാസ്തുശാസ്ത്രം മോഡേൺ ആർക്കിടെക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്കാണോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കെട്ടിടങ്ങളിലേക്കും പഴയ നിർമ്മിതികളിലേക്കൊക്കെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ക്ഷേത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും വളരെ സ്റ്റേബിളായിട്ട്, എത്ര പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ പോലും വളരെ സ്റ്റേബിളായിട്ട് ഇപ്പോഴും പഴയ സ്ട്രക്ചേഴ്സൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് സൈഡിൽ അന്ന് ആന്തരികമായ അന്വേഷണത്തിലൂടെ ആചാര്യന്മാർ പല കാര്യങ്ങളും നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഭാരതത്തിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ മാത്രം പറയുന്ന ഒരു സംഗതിയായിട്ട് മാത്രം നിങ്ങൾ നോക്കി കാണാൻ പാടില്ല.